അത് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞത് കുറച്ച് ഉഷാറുള്ള ആളെ കൊണ്ടുവരണമെന്നല്ലേ, എന്നിട്ട് നീ കൊണ്ടുവന്നത് എന്നാ ഉഷാർ കുറഞ്ഞ അല്ല. അവളെ വഴക്ക് ഞാനല്ലേ കേട്ടത്. നീ നടത്തിട്ടില്ലേ? ആനക്ക് അണ്ണാൻ പണിഞ്ഞ പണിയുണ്ടെന്ന് അവള് പറഞ്ഞു. അയ്യോ എടിയാ, അവൻ നല്ല നല്ല പണിക്കാരനാ, നന്നായിട്ട് കളിക്കാൻ അറിയുന്നവനാ. എന്തെങ്കിലും അറിയണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞ, എന്നാ പിന്നെ രണ്ടുപേർക്കും ഞാൻ തന്നെ മതി. ഏൽപ്പിച്ച ഞാൻ എന്നാ പറയണ്ടേ? ഇനിയല്ലാണ്ട് ഞാൻ ഏൽപ്പിക്കുവോ? അത് സാറില്ല, ഞാൻ പറഞ്ഞില്ലേ, നല്ല അതിനേക്കാൾ നല്ലതെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ട് വരെ നല്ല അടിപൊളി ആളെ കിട്ടും. ഇനിയിപ്പോ അവള് എന്താ വരുന്നു തോന്നുന്നില്ല. ചോദിച്ചു നോക്ക്, പൈസ കൊടുക്കുകയാണെങ്കിൽ നല്ല ചുള്ളം കളിക്കാർ ഇറങ്ങിത്തരാം. അവള് എന്താ പറയാ, അവള് കാണാതെ എല്ലാ സ്വർഗവും കാണും. മറ്റേ എന്നാ പറയണ്ടേ, എന്തെങ്കിലും അറിയില്ല ആളെ വേണ്ടേ കൊണ്ടരേ? ഇതൊന്നും അറിയേയില്ല, അങ്ങോട്ട് പറഞ്ഞാൽ ചെയ്യാനും അറിയില്ല. ശരിക്കും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? ചെയ്യിപ്പിക്കുന്നത് ചെറിയ കുട്ടിയാ. കൊറേ അവള് ശ്രമിച്ചു, അവനെ കൊണ്ട് നടക്കുന്നില്ല. പിന്നെന്ത് ചെയ്യാനാ? പിന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്യാറുന്നില്ലേ? നിന്നെ എങ്ങനാ ഒരാൾക്ക് എന്നാ ധാരാളം? ആര്? അതിന് മാത്രം ഉള്ള എന്നാ കോപ്പാവക്കുള്ളേ? മതിയാവാതെ എനിക്ക് ഒട്ടും ശരിയായിട്ടില്ല എന്നോട് പറഞ്ഞത്. എന്നാ ഉള്ളത് അവളോട് ചോദിക്കേണ്ടി വരും. അവനെ കൊണ്ട് മതിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളെന്ത്? അവളങ്ങനെയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ. ഇല്ലാന്നേ, അതല്ലേ അവൾ എന്നോട് പറഞ്ഞത്. ഒന്നും ശരിയായിട്ടില്ല. ആദ്യത്തെ അനുഭവമാണല്ലോ. നീ ഇത് എവിടുന്ന കൊണ്ടുവന്നേ? ഇത് എവിടെ മേടിച്ചു കൊണ്ടുവരാൻ പറ്റാ? എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഇത് അവന് താല്പര്യമില്ലാണ്ട് വന്നത് പോലെയാണല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, വരുന്ന ആൾക്ക് ഇതിൽ നല്ല താല്പര്യം ഉണ്ടാവണം. നല്ല താല്പര്യം ഉണ്ടാവണം പറഞ്ഞാല് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതുപോലെ താല്പര്യം കാണുമ്പോൾ താല്പര്യം തോന്നുന്ന ആളായിരിക്കട്ടെ. നിന്നെ പോലെ ഒരു പീസൊക്കെ ആണെങ്കിൽ ചിലപ്പോ അവന് നന്നായിട്ട് ചെയ്തു തന്നെ. പക്ഷെ നിനക്ക് കണ്ടിട്ട് എന്തെങ്കിലും മോശം തോന്നിയാവള? എന്തായാലും നിന്റെ അത്ര പോലെ, പക്ഷെ കൊള്ളാം. ഞാനായിരുന്നെങ്കിൽ നന്നായിട്ട് ഒരു കളി കളിച്ചു കൊടുക്കായിരുന്നു. നിനക്ക് നല്ല പറയണ്ടേ. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടുവരാൻ മാത്രം എനിക്ക് പറ്റില്ല. നീ ഒരാൾക്ക് കഴിഞ്ഞിട്ട് എപ്പ ചെയ്യാനാ? എനിക്ക് അങ്ങനത്തെ ക്ഷീണവും പറ്റുന്നില്ല. അതെപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കളിക്കും. നിന്റെ ക്ഷീണവും പറ്റും ഞാൻ കണ്ടിന്. രണ്ടാളെന്നുണ്ടായിരുന്നു എനിക്ക് പ്രശ്നമായി. നീ സമ്മതിച്ചില്ലല്ലോ. ഒരാളെ പറ്റുന്നില്ല, രണ്ട്. അത് നിനക്ക് നീ സമ്മതിച്ചാ ഞാൻ രണ്ടിനെ അട്ടിക്കിട്ട് നമ്മള് നടത്തി തന്നെ കളി കണ്ട്. നീ വിടാതുണ്ടല്ലേ? അതൊന്നും നിന്നെ കൊണ്ട് നടക്കൂല. അപ്പൊ പിന്നെ ഇനി നിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയണ്ടെന്ന് എനിക്ക്. ഇനി അവക്ക് അയാളെ പറ്റി ഞാൻ വേറെ നല്ലൊരു അല്ലേ ഒരു കാര്യം ചെയ്യും. ഒരു തവണയെങ്കിൽ നീ എനിക്കൊന്ന് വിട്ടുക. എനിക്ക് ഇനി അതും ഇല്ലാണ്ടാക്കുവോ? ഇല്ലാണ്ടാക്കുന്നില്ല. ഒരു തവണ എനിക്ക് വിട്ടു, എന്നിട്ട് അവക്ക് ഓക്കെ ആണോ അല്ലെന്ന് പറ. അല്ല, ഞാനിനി അവളെ കയ്യെ കാലെ പിടിച്ച് കൊണ്ടുവരേണ്ടി വരും. ഞാൻ പറയുന്നത് അപ്പോഴേ എനിക്കും എന്റെ മഹത്വം മനസ്സിലാവും. എന്തെങ്കിലും പൈസ നല്ല പൈസയുള്ള ടീമല്ലേ, കുറച്ച് പണം ചെലവാക്കിട്ട് കളിക്കാൻ പറ. ഞാൻ പറഞ്ഞു നോക്കാം. പണം ചെലവാക്കാനോ? വരുമെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാം. അല്ല, പണത്തിന്റെ കാര്യം. പണത്തിന്റെ കാര്യം ഇപ്പൊ അവളോട് സംസാരിക്കേണ്ടി വരും. അവർക്ക് ഒരുമാതിരി ഒന്നും പിടിക്കൂലെന്ന്. അതെ, നല്ല ടീമായിട്ട് കളിക്കണമെങ്കിൽ നല്ല പയ്യന്മാരൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് കാശ് ഇറക്കേണ്ടി വരും.
അല്ല കാശ് ഇറക്കിയാലും നീ ഇങ്ങനത്തെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എങ്ങനെ അല്ല കാശ് ഇറക്കിയാലും ഉം. നീ നല്ലത് കൊണ്ടുവരണമെന്നില്ലല്ലോ. അല്ല നിങ്ങൾക്ക് തൃപ്തിയായ മാത്രം പൈസ കൊടുത്താൽ മതി എങ്കിലും. പക്ഷെ തൃപ്തിയായിട്ടായിട്ടില്ല എന്ന് പറയരുത്, പൈസ കൊടുക്കണം. പൈസ കൊടുക്കാം. നിങ്ങൾക്ക് മതി പക്ഷേ എന്ന് പറയുന്നവരെ അവൻ കളി നടത്തും. പക്ഷേങ്കിലും നമ്മൾ പറയുന്ന ആളെ നീ കൊണ്ടുതരണം. അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന ആളാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വലിയൊരു കാര്യം കാണിച്ചിട്ട് എനിക്ക് അത് വേണം കൊണ്ടുതരാൻ പറ്റുമോ? കൊണ്ടുത്തന്ന ആള് നിങ്ങളെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് കളി നടത്താൻ പറ്റിയ ആളായിരിക്കും. നോക്കാം. കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെ അവർക്ക് മതിയായി എന്നാ പറഞ്ഞത്. അതെന്താ അങ്ങനെയൊന്നുമല്ലല്ലോ എനിക്ക് അവൻ പറഞ്ഞത്. കാരണം അവനെന്തറിയാ, അവൻ നന്നായിട്ട് അറിയാം. അവൻ പറഞ്ഞല്ലോ പോകേണ്ടതല്ല നല്ല കുടുകൂടാന്ന് പറഞ്ഞിട്ട് പോയി. അവന്റെ കളി ഞാനും കണ്ടതാ. അങ്ങനെ ഇപ്പൊ ഞാനും കണ്ടല്ലേ. എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ. നിന്റെ കുഴപ്പം തോന്നാനാ? അല്ല നിന്റെ അവള് നന്നായിട്ട് കൂതലാകുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഒരുമിച്ചല്ലേ അപ്പുറം ഇപ്പുറം. പിന്നെന്താ പ്രശ്നം? പറ്റുമെങ്കിൽ നല്ലൊരെണ്ണത്തിന് കൊണ്ട. അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് എല്ലാം കഴിഞ്ഞിട്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പുതിയ ആളെ കിട്ടാൻ വേണ്ടിയാണോ? അതൊന്നുമില്ല. പിന്നെ എന്നിട്ട് ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലോ, കയ്യോടെ പറഞ്ഞില്ലല്ലോ. അവളെന്നോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചല്ലോ നിന്റെ മുന്നിൽ നിന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട്, എനിക്ക് ഇത് വീണ്ടും ഈ ആള് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണൊക്കെ പോയത്. പക്ഷെ അവൾക്ക് തീരെ പിടിച്ചില്ല എന്നാ എന്നോട് പറഞ്ഞത്. അത് അപ്പൊ തന്നെ പറയണ്ട. അങ്ങനെയാണെങ്കിൽ അവൻ അപ്പൊ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു കളി കൂടി കൂടി. അവൻ അങ്ങനത്തെ മണികണിയൊന്നും ഉള്ള ആളല്ല. അവൻ നന്നായിട്ട് കളിക്കുന്നവൻ, എനിക്കറിയാം. ഈ കളി തീരെ ഇല്ലാതെ ആളാകുമ്പോ പിന്നെ എന്താ അരമണിക്കൂർ? അവനെ തീരെ ഒരു ഉത്സാഹവും ഒരു താല്പര്യവും ഒന്നുമില്ല. ഇല്ലാതെ ഒരാളങ്ങനെ അതിന് വരൂലല്ലോ. നീ വലിച്ചുകൊണ്ടിരിക്കും. ഇതിനൊക്കെ അങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ വരാൻ പറ്റുമോ? അങ്ങനെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ എനിക്ക് തോന്നിയതാ. അവൻ നല്ല മൂഡ് തന്നെ വന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആളെ കിട്ടാൻ അങ്ങനെ എങ്കിലും കിട്ടിയതായിരിക്കും. അങ്ങനെ ഇപ്പൊ ആളെ കൊണ്ട് ആരെങ്കിലും വിളിച്ചുകൊണ്ട് മരം പിടിക്കാനാണ് കളിക്കണ്ടേ? മാത്രല്ല അതിനെ പറഞ്ഞ കളി അറിയില്ല. അവൻ തീരെ കളി അറിയില്ല. നീ ആദ്യമായിട്ട് പറയുന്നതാണ് കേട്ടോ. എന്തെങ്കിലും കാണണ്ടേ കളിക്കുന്നത്? എന്നിട്ട് ഞാനടക്ക് കളീൻ്റെ ഇടക്കോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. പോട്ടെ, ഇനി നീ കൊണ്ടുവരൂ. കൊണ്ടുതരുന്നതിന് എന്താ പ്രശ്നം? നല്ല കളിക്കാൻ പറ്റിയ ടീമാണെങ്കിൽ പൈസ ഇറക്കണമെന്ന് നിന്റെ കൂട്ടുകാരോട് പറ. നീ പൈസ കൊടുക്കണ്ട, അവള് കൊടുക്കേണ്ടി വരും. അവള് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവള് ഇതുവരെ കളിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കളി കാഴ്ചവെക്കാൻ പറ്റിയ കളിക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞാന് അവളോട് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം. അതുപോലെ നല്ല ആപ്പൂപ്പ സ്ഥലം, നല്ല സ്ഥലമായിരിക്കണം കേട്ടല്ലോ. അന്നത്തെ സ്ഥലത്ത് എന്താ കുഴപ്പം? അല്ല കുഴപ്പമില്ല, ഞാൻ പറയാം അത്ര പോലും കുറച്ചും കൂടി. കാരണം ആളും ഗ്രേഡൊക്കെ മാറുമ്പോൾ അതിന് കണക്കായ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അത് ആളെ നോക്കിയിട്ട് നമ്മള് നിങ്ങൾ അതിന് മുന്നേ ആളെ ഫോട്ടോ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളെ നേരിട്ട് ആണെങ്കിലൊക്കെ വിളിച്ചാവും വരും. അങ്ങനെ മതി. നിങ്ങൾക്ക് തിന്നല കുടിക്കല എന്ത് വേണ്ടിക്ക് അവൻ ചെയ്യും. ഓക്കെ, എന്നാ പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം. സോറി